ഹലോ ഗൈസ്, ഞാൻ റംബുട്ടാൻ പിച്ചാനായിട്ട് പോകുകയാണ് ഗൈസ്. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ റംബുട്ടാൻ കുലകൾ പിച്ചതുക്കാകെ പോകുന്നത് തമ്പി. എങ്കിൽ പോകും ഇங்கே எல்லாம் காடாச்சு. இந்த வழியாக போகும், இந்த வழியும் காடுதா അടപ്പാതി. ഇங்கே എല്ലാമേ ഫോറസ്റ്റ് ആച്ചേ. ഹലോ ഗൈസ്, നമ്മൾ അവസാനം കണ്ടൽ കാടുകൾക്കിടയിലൂടെ റംബുട്ടാൻ മരത്തിൻ്റെ അടിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അതാ ഗൈസ് നമ്മുടെ റംബുട്ടാൻ. ഇതാണ് ഗൈസ് നമ്മുടെ റംബുട്ടാൻ. അമ്മേ ഗൈസ്, ഫസ്റ്റ് റംബുട്ടാൻ പിച്ചുകയാണ് ഗൈസ്. വലുതാണ് ഗൈസ്, ഇത്രയുണ്ട് ഗൈസ്. വിളഞ്ഞത് മാത്രം പിച്ചുള്ളത് ഗൈസ്. കവറൊക്കെ വെച്ചിരിക്കുകയാണ് ഗൈസ്. മമ്മി കവറൊക്കെ സ്വന്തം വെച്ചിരിക്കുകയാണ് ഗൈസ്. കണ്ണാടി പുഴയിലേ ഗൈസ്, ഇത് ഏത് വനമാണെന്ന് അറിയാൻ ഗൈസ്. ഞാൻ വനത്തിനുള്ളിൽ ഇതൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. എല്ലാം ചവിട്ടി വെച്ചിട്ട് വരികയാണ് ഗൈസ്. കുറച്ച് പിടിച്ചോളൂ, ബാക്കിയൊക്കെ എൻ്റെ പറ്റില്ല. ഗൈസ് ഇതൊക്കെ ഇനിയും പഴുക്കാനുണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇതൊക്കെ ഇനിയും വിളയാനുണ്ട് ഗൈസ്. നല്ല മുടിച്ച സാധനമാണ് ഗൈസ്. ഇതെങ്ങനെ മമ്മി കവർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഗൈസ്. ഗൈസ് അടുത്ത സെക്ഷൻ ആയിരിക്കുകയാണ് ഗൈസ്. സി ഗൈസ്, ഉറുമ്പുണ്ട് ഗൈസ്. കടിച്ച് തിന്നുന്നുണ്ടോ എന്നറിയില്ല. മൊത്തം ഉറുമ്പാണ് ഗൈസ്. പിങ്ക് കളർ വിത്ത് മഞ്ഞ കളർ. മഞ്ഞയെന്ന് പറഞ്ഞ് കൊണ്ട് വെച്ചതാണ്, പക്ഷേ ഇത് മഞ്ഞയും അല്ല പിങ്കും അല്ല. സി ഗൈസ്, ഫുള്ളാ ഉറുമ്പാ இருக்குது. தெரியல, இதுக்குள்ளே ஒன்று இருக்குது. ஓ ஷிட் கைஸ், இதில் ஒன்று இருக்குது. அதுங்களை பிச்சுட்டா முடிஞ்சாச்சு. அதில் ஓ ஷிட், மொத்தம் உറുമ്പ് கைஸ். ഉറുമ്പ് കളഞ്ഞിട്ട് പിച്ചുന്നതായിരിക്കും നല്ലത്. കടിക്കാത്ത ഉറുമ്പാണോ കടിക്കുന്നു ഒന്നും അറിയില്ല. എന്തായാലും ഉറുമ്പെല്ലാം പുറത്തൊക്കെ വരുന്നുണ്ട് ഗൈസ്. കുറച്ച് നിർത്തിയാണ് ഗൈസ്. റംബുട്ടാൻ 2 ദിവസം കഴിഞ്ഞ് ഇത് ഇനിയും വിളയാൻ ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം ഗൈസ്. ഇത്രയും പിച്ചിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ റംബുട്ടാനുമായി പോവുകയാണ് ഗൈസ്. ഇനി അതൊന്ന് പൊളിച്ച് തിന്നാൻ ഉള്ള ഇതാണ്. അല്ല ചെറിയ ഒരു ബൈക്കാണ്, നല്ല എണ്ണി സൂപ്പർ. പിന്നെ ഫസ്റ്റിലെത്തി തിന്നു ഗൈസ്. അപ്പോൾ ഇനി മൊത്തം തിന്ന് തീർക്കാനുള്ള അടുത്ത തത്രപ്പാട്.